നമസ്കാരം. നിങ്ങളെ ചീഫാണ്. വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. 3 പ്രാവശ്യം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അതിന്റെ പേരാണ് 8 ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. നിങ്ങൾക്കറിയുന്ന പോലെ ഞാൻ ഈ 20 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീബിൽഡ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 8 ബേസിക് എക്സ്പ്രസ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലോകമെമ്പാടും ഭയങ്കര കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. യൂറോപ്പ് മുതൽ ആഫ്രിക്ക വരെ ഇതൊരു കൂടുതലായിട്ട് ഭയങ്കര മാസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ മൊഡ്യൂളായി മാറിയിട്ടുണ്ട്. നമ്മളെ ഓരോരുത്തരും നമ്മളെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ആണ് ഇത്. വളരെ സിമ്പിളാണ്. ഇതെല്ലാം സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമായ അറിവ് അതേമാതിരി അതിന്റെ പൊരുളുകൾ മനസ്സിലാക്കണം. ഈ ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കുറവ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നോളജിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിന്റെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇൻഡസ്ട്രിയിലെ അമേസിംഗ് ആയിട്ടുള്ള ആളുകളുടെ ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞാൻ എൻഗേജ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് ഈ മോഡൽ ഉണ്ടാക്കിയതാണ് ഈ മോഡൽ. അപ്പൊ നമ്മൾ 8 ബ്ലോക്സിലേക്ക് പോവാം. 1 നിന്ന് 8ലേക്ക് പോവാം. ഇതിന്റെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാല് അത് വീണ്ടും വീണ്ടും പകർത്താൻ ഉദാത്തമായ ഒരു മൊഡ്യൂൾ നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്യൂപ്ലിക്കേഷൻ ആണ്, പകർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ മഹത് വ്യക്തിത്വങ്ങളായ ദാത്തോ ശ്രീ വിജയന്റെ അടുത്തുനിന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഒരു ഫോർമാറ്റ് നമുക്ക് ഉണ്ടാക്കണമായിരുന്നു. നമ്മുടെ ഡൗൺലൈൻസിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അവർക്ക് അത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ വേണമെങ്കിൽ ഒരു ഫോർമാറ്റ് വേണം. പുതിയ ഡൗൺലൈൻസിലൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രത്യേക രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂല, പകർത്താൻ പറ്റൂല. അപ്പോ ആ നോളജിന്റെ പ്രവാഹം നിന്നു ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറ്റൂല. ഈസി ആയിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ സ്റ്റോപ്പ് ആവും. നമ്മളെ പർപ്പസ് എന്താ, നമ്മുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് അത് തുടർച്ചയായി വീണ്ടും ഓരോ വ്യക്തികളിലേക്കും ഇന്ന് സൈനപ്പ് ആവുന്ന പുതിയ ഒരു വ്യക്തികൾക്ക് പോലും അത് എത്തണം. അതിന്റെ ഒരു സത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നെറ്റ്വർക്കേഴ്സിൽ നിന്ന് കിട്ടിയതാണ്. ഇത് അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, ഇത് ഒരു പത്മൻ സേനാധിരാജ ഒറിജിനൽ അല്ല, ഇത് ഒരു കോപ്പിയാണ്. അഥവാ നമ്മളെ കോപ്പി ഫ്രം നമ്മളെ അപ്ലയൻസ്, എന്റെ അപ്ലയൻസിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയാണ്. അത് ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്റെ തത്വശാസ്ത്രമാണ്, എന്റെ പ്രൗഢിയാണ്, അത് ഡ്രീമാണ്. 22 വർഷം മുമ്പ് ഞാൻ ഈ മൊഡ്യൂളിൽ ഞാൻ സംസാരിക്കുമ്പോ അത് ഒന്നാമത്തെ കാര്യം ഡ്രീമാണ്. ആരും അതിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരിക്കലും കേട്ടിട്ടില്ല. ആളുകൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പേടിക്കും, നമ്മൾ തല്ലാൻ പറ്റുന്ന കോലത്തിലാണ്. അത് സത്യമല്ല എന്നൊക്കെ പറയും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കാണ്. ദാത്തോശ്രീന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇവിടുത്തെ ഒരു സക്സസ് സ്റ്റോറി, എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോ അതെനിക്ക് നല്ല ക്ലാരിറ്റി വേണം. എന്താണ് എന്റെ ഡ്രീം? ഈ ഒരു ഡ്രീമിന്റെ കോൺസെപ്റ്റ് എന്താണ്? ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പാനിക് ആവണ്ട.
അത് മനുഷ്യനെ കൊണ്ട് മാത്രം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റോബോട്ട്, മെഷീന്, കമ്പ്യൂട്ടറിനൊക്കെ എന്ത് കാര്യം ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമൈസേഷൻ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അവിശ്വസനീയമായ ലെവലിലേക്ക് കമ്പ്യൂട്ടറുകളൊക്കെ വളർന്നിട്ടുണ്ട്. AI ആണെങ്കിലും നിർമ്മിത ബുദ്ധി ആണെങ്കിലും ഒക്കെ. ഇത് എന്താണെങ്കിലും ശരി, എത്ര അഡ്വാൻസ്ഡ് ആയാലും അവർക്ക് ഡ്രീം എന്ന ആ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രീം ചെയ്യാനുള്ള കഴിവ്, ഡ്രീം കാണാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ. നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യൂണിറ്റുമായിട്ട് വീഡിയോ ഈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വൈ, എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നു, എന്താണ് നിങ്ങളെ റീസൺ, എന്താണ് നിങ്ങളെ കാരണം, എന്താണ് നിങ്ങളെ വിഷൻ, എന്താണ് നിങ്ങളെ ലക്ഷ്യം. എന്തെങ്കിലും ഒരു കാരണം, തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടാവും നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ അധികം നീളം പോവില്ല ഈ യാത്ര. ഡ്രീമാണ് നിങ്ങളെ ഇന്ധനം. ഈ ഒരു സാധനം ടെർമിനോളജി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പലിങ്, നമ്മൾ പുൾ ചെയ്യുന്ന ആ നമ്മളെ ഇമോഷണൽ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള നമ്മളെ കാര്യം എന്താണ്. നിങ്ങൾക്കൊരു ഡ്രീം വേണം. അതാണ് നിങ്ങൾ ഓരോ ദിവസം നിങ്ങളെ ഈ യാത്രയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രോബ്ലംസ്, റിജക്ഷൻസ് ഉണ്ടെങ്കിലും അത് നിങ്ങളെ തരണം ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് വ്യക്തിപരമാണ്. അതിനൊരു റൂളുമില്ല, ഒരു നിയന്ത്രണ രേഖ അതിനില്ല. ഇത് അത് പാടില്ല, അത് പാടില്ല എന്നൊന്നുമില്ല. നിങ്ങളെ ഈ ഒരു ജീവിതയാത്രയില് ഇപ്പൊ നിങ്ങൾക്കൊരു ജോബ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ജോലിക്ക് പോണ വരണേ, നിങ്ങൾക്ക് ഒരിക്കലും ഡ്രീമിനെ കുറിച്ച് ഒരിക്കലും നിങ്ങളെ അസംബ്ലിയില് നിങ്ങളെ ബോസ് പറയില്ല നിങ്ങളെ ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഈ സൊസൈറ്റി ആണെങ്കിലും മോശം എന്ന് പറയട്ടെ, യാഥാർത്ഥ്യം എന്ന് പറയട്ടെ, നമ്മളെ കഴിവെല്ലാം സക്ക് ചെയ്ത് അവരെടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വേണം എന്നുള്ളതിനെ നമ്മളെ ആഗ്രഹം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെടുത്തുനിന്ന്. ഇത് ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം നമ്മളെ ലൈഫിന്റെ ഏത് ഭാഗത്താണെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് പടില്ല, ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ ഒന്നും ഇവിടെ ഇല്ല. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രചോദനം ഇല്ല. നെഗറ്റീവ് മോട്ടിവേഷനോ പോസിറ്റീവ് ഒരു പ്രചോദനങ്ങളോ ഒന്നുമില്ല. ബിസിനസ്സിലാണെങ്കിലും എംപ്ലോയ്മെന്റിലാണെങ്കിലും അതിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രചോദനമാണ് വരുന്നത്. ഇപ്പോ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ലോൺ എടുത്തിട്ട് ചെയ്യണം. ഓരോ ദിവസവും അതിന്റെ പേടി, ആ ബിസിനസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ലോൺ തിരിച്ചടക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതാണ് നെഗറ്റീവ് മോട്ടിവേഷൻ. ഇപ്പൊ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങളെ വീട് വിൽക്കണം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക. ഇപ്പൊ നിങ്ങളൊരു റെസ്റ്റോറന്റ് ആണ്, ഒരു സിമ്പിൾ ആയിട്ട് എത്ര മണിക്കൂറുകളാണ് വർക്ക് ചെയ്യും? ആഴ്ചയിൽ എത്ര ദിവസങ്ങൾ? അത് പ്രോഫിറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ എത്ര അതിന് സമയം കൊടുക്കും? നിങ്ങൾ 6 മുതൽ രാത്രി 12 വരെ വർക്ക് ചെയ്യണം. ഒരു ദിവസം രാത്രി നിങ്ങൾ ഷട്ടർ അടക്കാൻ നോക്കുന്ന സമയത്ത് ക്ലോസ് ചെയ്യാണ്. ഒരു കൂട്ടം ആളുകൾ, 50 ആളുകൾ നമ്മളെ ഷോപ്പിലേക്ക് വരികയാണ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഷട്ടർ തുറക്കും. ഷട്ടർ തുറന്നിട്ട് അവരോട് ചോദിക്കും, ബോസ് നിങ്ങൾ ഇപ്പൊ ഷോപ്പ് അടക്കാണോ? കട അടക്കാൻ സമയമായോ? അല്ല, ഞാൻ ഷട്ടർ ടെസ്റ്റ് ചെയ്യാണ്. വേഗം വന്ന് ഉള്ളിൽ കയറി നമ്മൾ സ്റ്റൗ ഓണാക്കണേ, നമ്മൾ കുക്ക് ചെയ്യണേ, ഭക്ഷണം സെർവ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മളെ തലന്റെ മുകളിൽ ഒരു വാൾ പോയി കൊടുക്കുന്ന പോലെയാണ്. നമ്മൾക്ക് റെസ്റ്റോറന്റ് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബാങ്ക് ലോണും കടം ജപ്തിയും ഒക്കെ നമ്മളെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മള്
എല്ലാം ചെയ്യും. അതാണ് നെഗറ്റീവ് മോട്ടിവേഷൻ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കുറച്ച് ഡിഫറെന്റ് ആണ്. നിങ്ങളെ വീട് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരു ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കമ്പനിയിൽ ഒരു മനോഹരമായ പ്രോഡക്റ്റ് വാങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഈ ബിസിനസിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ഡ്രീം ഇവിടെ ആവശ്യമുള്ള ഡ്രീമാണ്. ഇതിനൊരു റൂളില്ല, ഒരു ലിമിറ്റേഷനും ഇല്ല. നിങ്ങൾ ഡ്രീം എത്രത്തോളം നിങ്ങൾ മാനുഷികമായി എത്രത്തോളം പോസിബിൾ ആണോ, സാധ്യമാണോ, അതാണ് ഡ്രീം. നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് ജെറ്റ് വേണം, മഞ്ഞ വലിയ കുത്തുകളുള്ള ഒരു, അല്ലെങ്കിൽ ഫെറാറി വേണം, വലിയ വീട് വേണം, നിങ്ങളെ കാറ്, കുട്ടികൾക്ക് വലിയ എഡ്യൂക്കേഷൻ കൊടുക്കണം, നിങ്ങൾ പാരന്റ്സിന് തിരിച്ചു കൊടുക്കണം, നിങ്ങൾ ലോകം മൊത്തം കറങ്ങണം, ഒരു രാജാവിന് പോലെ ലോകം മൊത്തം കറങ്ങണം, നിങ്ങളെ തന്നെ നിങ്ങളെ തിരിച്ചു പിടിക്കണം, വീണ്ടും ആ ഒരു നിങ്ങളെ കുട്ടിത്തം സ്വിച്ച് ഓൺ ചെയ്യണം. അത് ഡ്രീം എന്ന് പറഞ്ഞാൽ കുറെ വലുതുമില്ല, കുറെ ചെറുതുമില്ല. നിങ്ങൾ ഇരുന്ന് നിങ്ങൾ ആരാണോ നിങ്ങളെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങളെ ഡ്രീം ഐഡന്റിഫൈ ചെയ്ത് അത് എഴുതണം. എന്താണ് ഡ്രീം? എന്തിനാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ട്? ആ ഉത്തരം കണ്ടെത്തണം. നിങ്ങളുടെ ഡ്രീം എന്താണ് കണ്ടെത്തുക. ഡ്രീം കണ്ടെത്തുന്നത് വളരെ വളരെ സിമ്പിൾ. നിങ്ങളെ മൊത്തം സമയം ലോകത്തെ മൊത്തം കാശും നിങ്ങളെടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? രണ്ട് ലിമിറ്റേഷൻ ഉണ്ട്, ടൈമും പൈസയും, ക്യാഷും. ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ടുമില്ല. നിങ്ങളടുത്ത് ടൈമില്ല, സമയമില്ല, ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങളടുത്ത് പൈസ ഇല്ല. കാരണം ഒരു ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് റിയൽ വെൽത്ത് തരാൻ കഴിയില്ല. അപ്പൊ ലോകത്തിലെ മൊത്തം സമയവും മൊത്തം ക്യാഷ് നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് വാങ്ങും? നിങ്ങൾ എങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് ഞാൻ എന്റെ ഡ്രീം കണ്ടെത്തിയത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് താത്തോനോടും എല്ലാ സമയവും എല്ലാ പൈസയും ഈ ലോകത്തിൽ നിങ്ങൾ കിട്ടുകയാണ്, എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? എന്തായിരിക്കും എന്റെ ഡ്രീമുകൾ? അതാണ് എന്നോട് ചോദിച്ചത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബിൽഡിംഗ് ബ്ലോക്ക് നമ്പർ 1 എന്നാണ് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. ഈ ജേർണിയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇതാണ് ഫൗണ്ടേഷൻ, ഇതാണ് നമ്മളെ പില്ലർ, നമ്മളെ തൂണ്. ഇതാണ് നിങ്ങളെ ജേർണിന്റെ തുടക്കം. ഓൺട്രപ്രണേഴ്സ് ഒരിക്കലും സർവൈവ് ചെയ്യാത്തതിന് കാരണം ബിൽഡിംഗ് ബ്ലോക്സ് നമ്പർ 1 ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ലൈഫ് ടൈം ആയിട്ടുള്ള എന്റെ പവിത്രമായ നെറ്റ്വർക്കേഴ്സിനോട് പറഞ്ഞു. ആ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഡ്രീം ആവശ്യത്തിലുള്ള ഡ്രീം ആണെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളൊന്നും അത് നമുക്ക് മുന്നിലാവും. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫ് ജേണിയാണത്. ഞാൻ എന്റെ ഡ്രീം അത്രയും ഒരിക്കലും മറ്റൊന്നും അതിന് കാരണമാവില്ല, തടസ്സമാവില്ല. സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് അത്രയും വലിയൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യില്ല, ഒരു റിജക്ഷനും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യില്ല. നെഗറ്റിവിറ്റി, വ്യക്തികളായിട്ടുള്ള നെഗറ്റീവ് മീഡിയ, ഗൂഗിള്, മറ്റെന്തുണ്ടെങ്കിലും അത് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യില്ല. എന്തെങ്കിലും നിങ്ങളെ മുന്നിൽ ഒരു ഫാക്ട് ആയിട്ട് നിങ്ങൾ പറയണേ, അതൊന്നും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യില്ല, ഒന്നും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യില്ല. നിങ്ങളുടെ ഡ്രീം അത്രയും സ്ട്രോങ് ആണ്, അത്രയും വലുതാവും. സോ അപ്പൊ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് നമ്പർ 1 സ്വാഗതം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് അതാണ് നിങ്ങളുടെ ഡ്രീം.